പത്തനംതിട്ട നഗരത്തിൽ ജ്വല്ലറി ജീവനക്കാരന്റെ ബാഗ് കഴിഞ്ഞ ദിവസം കവർന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജ്വല്ലറി തുറക്കുന്നതിനിടെയാണ് ബാഗ് കവർന്നത്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ജ്വല്ലറി ജീവനക്കാരൻ ശശികുമാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവരുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ഈ മോഷണത്തിന്റെ ബാഗ് കവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പൊ ഇന്നലെ രാവിലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. പത്തനംതിട്ട നഗരത്തിൽ തന്നെയുള്ള ഒരു ജ്വല്ലറിയിലാണ് ജ്വല്ലറി ജീവനക്കാരന്റെ ബാഗ് മോഷ്ടിക്കുന്നത്. ഈ ജ്വല്ലറി തുറക്കാനെത്തിയ സമയം അതിന് പുറത്തായിട്ട്, ഷട്ടറിന് പുറത്തായിട്ട് അദ്ദേഹത്തിന്റെ ബാഗ് വെച്ചിരുന്നു. അതിലെ നടന്നു വന്ന ഒരു വഴിപോക്കൻ എന്നുള്ള രീതിയിലാണ് ആ കള്ളൻ അവിടെ എത്തുകയും തുടർന്ന് ആ ബാഗ് മോഷ്ടിക്കുകയും ചെയ്യുന്നത്. ശശികുമാർ എന്ന് പറയുന്ന ജ്വല്ലറി ജീവനക്കാരന്റെ ബാഗാണ് നഷ്ടമായത്. തുടർന്ന് ബാഗ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇദ്ദേഹം ജ്വല്ലറി തുറന്ന് അകത്ത് CCTV പരിശോധിച്ചപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ലഭിച്ചത്. കള്ളന്റെ ദൃശ്യം കൃത്യമായിട്ട് ആ CCTVയിൽ പതിയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ആ ബാഗിനൊപ്പം തന്നെ ഒരു കവർ കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് സമീപത്തിരുന്ന ഒരു കവർ കൂടി എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ജ്വല്ലറി ജീവനക്കാരനോട് ചോദിച്ചപ്പോൾ ആ കവറിനുള്ളിൽ രാവിലെ ജ്വല്ലറിയിൽ ചാർത്തുന്നതിന് വേണ്ടിയിട്ട് പൂമാലയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പൂമാല വിലപിടിപ്പുള്ള വസ്തുവാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതുൾപ്പെടെ അവിടെ നിന്നും ആ മോഷ്ടാവ് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ എന്തായാലും CCTV പതിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ശശികുമാർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.